ബലാത്സംഗത്തിനിരയായ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കണ്ണൂർ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പേരിൽ നടത്തിയ പ്രതിഷേധ ജാഥയിൽ ദേശീയ പതാകയോട് അനാദരവ് കാട്ടി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. പുതിയ കാലത്തിന്റെ കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് തുടക്കമിട്ടുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരണവുമായി യുവജനങ്ങൾ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ സംഘടിച്ച് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളുടെ പ്രാധാന്യം വിളിച്ചറിയിക്കാൻ തെരുവിലിറങ്ങുമ്പോൾ സാമൂഹ്യ ധാരണകൾ തീരെ ഇല്ല എന്നതിന്റെ പ്രകടമായ തെളിവുകളാണ് വ്യാഴാഴ്ച കണ്ണൂരിൽ ദില്ലിയിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ദുരന്തത്തിനെതിരെ പ്രകടനം നടത്തിയതിലൂടെ വെളിവാകുന്നത്. ഏറെ മാന്യതയോടെ നിശ്ചിത ദിവസങ്ങളിൽ മാത്രം ബഹുമാനത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ദേശീയ പതാക ഒരു പ്രകടനത്തിൽ പൊക്കിപ്പിടിച്ച് അനാദരവ് കാട്ടുകയായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ഹോണറൽ ആക്ട് പ്രകാരം 3 വർഷം ജയിൽ ശിക്ഷയും 50,000 പിഴയും ഈടാക്കാമെന്ന് നിയമങ്ങൾ അനുശാസിക്കുന്നു. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, ഗവൺമെന്റിന്റെ നിശ്ചിത പരിപാടികൾ തുടങ്ങിയവയ്ക്കല്ലാതെ പബ്ലിക്കിനിടയിൽ ദേശീയ പതാക പൊതുപ്രകടനത്തിൽ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സിറ്റി വിഷൻ.